ഹരേ കൃഷ്ണ. ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യയുടെ ഇൻട്രൊഡക്ഷനിൽ ശ്രീല പ്രഭുപാദ് പറഞ്ഞൊരു വാക്യമാണ്. ശ്രീല പ്രഭുപാദ് ഇങ്ങനെ പറയുന്നു: ടു ലവ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് കൃഷ്ണ ആസ് ഇറ്റ്സ് ഒബ്ജക്റ്റ് ലീഡ്സ് ഡൗൺഫോൾസ്. അതായത് നമ്മൾ ഏത് സ്നേഹം നമ്മൾ കൊടുക്കുകയാണെങ്കിലും ആ സ്നേഹം റിസീവ് ചെയ്യേണ്ട വ്യക്തി ഈശ്വരനല്ലെങ്കിൽ ആ സ്നേഹം പരാജയപ്പെടും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ താഴേക്ക് പോകും, അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. അതൊന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ പലരെയും സ്നേഹിക്കുന്നുണ്ട്. അവിടെയൊന്നും ഈശ്വരൻ്റെ സാന്നിധ്യമില്ലാതെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നത്, ഞാനിങ്ങനെ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ യഥാർത്ഥ സ്നേഹം ഈശ്വരനിലെത്തും എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പലപ്പോഴും അല്ല, നമ്മൾ നമ്മുടെ ഇന്ദ്രിയ താല്പര്യത്തിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. ഞാൻ ഇന്നൊരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം ഈശ്വരന് കിട്ടും എന്ന ബോധ്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, പക്ഷെ ആത്മീയാചാര്യൻ്റെ കാര്യം വരുമ്പം അങ്ങനെയല്ല. നമ്മൾ ആത്മീയാചാര്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്നേഹം ഈശ്വരനെത്തുക തന്നെ ചെയ്യും. പക്ഷെ മറ്റ് ഭൗതികപരമായിട്ട് പല പല കാര്യങ്ങൾ, നമ്മൾ കാറിനെ സ്നേഹിക്കുന്നു, ഒരു നായ്ക്കുട്ടിയെ സ്നേഹിക്കുന്നു, നമ്മൾ പലതിനെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം നമ്മൾ ചെയ്യുന്നത് ആ ഉദ്ദേശം, നമ്മൾ ആ സ്നേഹത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ സ്നേഹം ഈശ്വരനെത്തണമെന്ന ചിന്താഗതിയോടുകൂടിയല്ല. അപ്പോൾ ഇവിടെ ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യയിൽ ശ്രീല പ്രഭുപാദ് നമുക്കൊരു ചെറിയ വാണിംഗ് നൽകുകയാണ്. നമ്മൾ ഈശ്വരനെ മാറ്റി നിർത്തിയുള്ള ഏത് സ്നേഹവും പരാജയത്തിലേ കലാശിക്കുകയുള്ളൂ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ സത്യമാണത്. കാരണം ഈശ്വരനിൽ നിന്നാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. നമ്മളെല്ലാം എന്തിൽ നിന്നാണ്? ഈശ്വരനിൽ നിന്ന് വന്നുകൊണ്ട് നമ്മളെല്ലാവരും ഈശ്വരൻ്റെ പ്രോപ്പർട്ടിയാണ്, ഈശ്വരൻ്റെ സമ്പത്താണ് നമ്മളെല്ലാവരും. അപ്പം ആ ഈശ്വരനെ മാറ്റി നിർത്തി നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പരാജയപ്പെടും. 2, നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിലനിൽക്കുന്ന അതിനെല്ലാം ആകർഷിച്ച് നിർത്തുന്നത്, പരസ്പരമുള്ള ആകർഷണവും എല്ലാം നിൽക്കുന്നത് ഈശ്വരൻ്റെ ആകർഷണ വലയത്തിലാണ്. ഈശ്വരനാണ് നമ്മളെ കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ ആ ഈശ്വരന് നമ്മൾ സ്നേഹം നൽകണം എന്ന ഉദ്ദേശമില്ലാതെ നമ്മൾ എന്ത് സ്നേഹം ചെയ്താലും പരാജയപ്പെടും. കാരണം ഈശ്വരനാണ് എല്ലാത്തിൻ്റെ സ്രോതസ്സ്, ഈശ്വരനാണ് എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുന്നത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഫ്രസ്ട്രേഷനായിട്ട് വന്നു ചേരും. അതുകൊണ്ട് നമ്മൾ ആരെ സ്നേഹിച്ചാലും എന്തിനെ സ്നേഹിച്ചാലും ആ സ്നേഹം ഞാൻ നൽകുന്നതും സ്വീകരിക്കുന്നതും എനിക്കും മറ്റുള്ളവർക്കും ഈശ്വരനോടുള്ള സ്നേഹം കൂട്ടാൻ വേണ്ടിയാകണം എന്ന ബോധത്തിലായിരിക്കണം നമ്മളത് ചെയ്യാൻ. എങ്കിൽ നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആവും. നമുക്ക് ആത്മീയ പാതയിൽ മുന്നേറാൻ പറ്റും. നമ്മുടെ സ്നേഹത്തെ എന്നെന്നും കൊണ്ടുപോകാനും പറ്റും. അല്ലാതെ ഈശ്വരനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള, ഈശ്വരൻ അതിൻ്റെ ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മൾ വിചാരിക്കരുത്, ഞാൻ ഈശ്വരനെ സ്നേഹിക്കും, ഞാൻ ഇതിനെ സ്നേഹിക്കും, ഞാൻ അതിനെ സ്നേഹിക്കും, ഈശ്വരനെ സ്നേഹിക്കും. ഈശ്വരനൊരു അക്കംപ്ലീസ് അല്ല. അതായത് ഞാൻ എൻ്റെ ഒരു മൊറാലിറ്റിക്ക് വേണ്ടി ഞാൻ പറയും ഞാൻ ഈശ്വരനെ സ്നേഹിക്കും, പക്ഷേ എനിക്ക് സിഗരറ്റിനെ ഇഷ്ടമാണ്. ഞാൻ ഈശ്വരനെ സ്നേഹിക്കും, എനിക്ക് റമ്മിനെ ഇഷ്ടമാണ്. അതല്ല നമ്മുടെ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റ് ഈശ്വരനായിരിക്കണം, ലക്ഷ്യം. അപ്പോൾ നമ്മൾ എന്തിനെ ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം ഈശ്വരനിലെത്തണം എന്ന ഉദ്ദേശത്തിലായിരിക്കണം. അതാണ് ഭക്തന്മാർക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ ആചാര്യന്മാർ നിർദ്ദേശിച്ചിരുന്നത്.
അപ്പോൾ അവരുടെ മാനസികമായ അവരുടെ ഊഹാപോഹങ്ങൾ അനുസരിച്ചല്ല അവരുടെ സ്നേഹത്തെ അവർ ക്രോഡീകരിക്കുന്നത്. ആചാര്യന്മാർ നിർദ്ദേശിക്കപ്രകാരം അവരെന്ത് സ്നേഹിച്ചാലും എന്ത് പ്രവർത്തനം ചെയ്താലും ആ സ്നേഹം ഈശ്വരനിലെത്തണം എന്ന ബോധ്യത്തോടു കൂടിയാണ്. അങ്ങനെ മാത്രമേ ആ സ്നേഹം നിലനിർത്തുകയും കൂട്ടിക്കൊണ്ടു പോകാനും സാധിക്കുള്ളൂ. അല്ലാത്ത എല്ലാ സ്നേഹവും കാലത്തിൻ്റെ അധീനതയിൽ ഇല്ലാതായിത്തീരും. ഇത്രയും നേരം ഈ വാക്യ വിശദീകരണം കേട്ട എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ നന്ദി. ഇതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദിൻ്റെ ഭക്തിവേദാന്ത പുസ്തകങ്ങൾ നമ്മെ തീർച്ചയായും സഹായിക്കും. വളരെ നന്ദി. ഹരേ കൃഷ്ണ.